ഒഡീസി പോലൊരു ബ്രഹ്മാണ്ഡ ചിത്രം വരെ എത്തി നിൽക്കുന്ന ക്രിസ്റ്റഫർ നോളന്റെ സിനിമാ യാത്രയിൽ അദ്ദേഹത്തെ വല്ലാതെ ത്രസിപ്പിച്ച, സ്വാധീനിച്ച, അമ്പരപ്പിച്ച മറ്റൊരു ഒഡീസിയെ പറ്റി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സ്റ്റാൻലി കുബ്രിക്കിന്റെ 1968 പുറത്തിറങ്ങിയ 2001 സ്പേസ് ഒഡീസി. ദ പങ്ക് റോക്ക് ഓഫ് മൂവീസ് എന്നായിരുന്നു നോളൻ ഒരിക്കലും ഈ സിനിമയെ വിശേഷിപ്പിച്ചത്. കൺവെൻഷണൽ നിയമങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞ് കടന്നു വന്ന പങ്ക് റോക്ക് മ്യൂസിക്കിനെ പോലെ 58 വർഷങ്ങൾക്ക് മുൻപ് ടിപ്പിക്കൽ സിനിമാ കഥപറച്ചിലുകളെ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് പിറന്നൊരു സിനിമ. പ്രേക്ഷകന്റെ ഓർമ്മയെയും സമയത്തെയും ചിന്തകളെയും സ്വന്തം വിരൽത്തുമ്പിൽ ചലിപ്പിക്കാൻ ശേഷിയുള്ള നോളനെ പോലൊരു സംവിധായകനെ ആദ്യ കാഴ്ചയിൽ തന്നെ അമ്പരപ്പിച്ച സിനിമ. 5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും 2026 സ്പേസ് ഒഡീസി ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടമാണ്. ഇന്നും മനുഷ്യന് പിടികിട്ടാത്ത പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഭാവി പ്രവചിച്ച സിനിമയാണ്. 1960കളുടെ പകുതിയിൽ കാർഡ്ബോർഡ് കൊണ്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകളും എക്സാജറേറ്റഡ് ഏലിയൻസും ഫാൻറ്റസി സ്റ്റൈൽ പ്ലാനറ്റുകളും ആർട്ടിഫിഷ്യൽ സ്പെഷ്യൽ എഫക്ട്സും ഒക്കെയായിട്ട് സ്റ്റേജ് നാടകങ്ങൾ പോലെ സ്പേസ് സിനിമകൾ നിർമ്മിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് ഒരു റിയലിസ്റ്റിക് സയൻസ് ഫിക്ഷൻ നിർമ്മിക്കണമെന്നൊരാഗ്രഹം സ്റ്റാൻലി കുബ്രിക്കിന് ഉണ്ടായി. മനുഷ്യൻ ഭാവിയിൽ ബഹിരാകാശത്തേക്ക് യാത്ര പോയാൽ അതെങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വിശ്വസനീയമായ ഒരു സിനിമാറ്റിക് വിഷൻ അദ്ദേഹത്തിന് വേണമായിരുന്നു. അതിനായിട്ട് കുബ്രിക് നേരെ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ആർത്തർ സി ക്ലാർക്കിനെ ചെന്ന് കണ്ടു. ക്ലാർക്ക് കുബ്രിക്കിന് മുൻ നാസ ഉദ്യോഗസ്ഥരായ 2 പേരെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ നാസയിൽ നിന്ന് ലഭിച്ച അറിവുകളും ഇൻഡസ്ട്രിയൽ ഡിസൈനും സ്പേസ് റിസർച്ചും ഉപയോഗിച്ച് കുബ്രിക് 2001 സ്പേസ് ലോകം രൂപപ്പെടുത്തി. സിനിമയിലെ സ്പേസ് ക്രാഫ്റ്റുകൾ വെറും സിനിമാ പ്രോപ്സ് മാത്രമായിരുന്നില്ല, ശരിക്കും ഉപയോഗിക്കാനാവുന്ന യന്ത്രങ്ങൾ പോലെയായിരുന്നു. മൂൺ ബേസ്, സ്പേസ് സ്റ്റേഷൻ, ഡിസ്കവറി 1 എന്ന പേടകം, HAL 9000 എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട്, ഓരോന്നിനും പിന്നിൽ അതിശയകരമായ റിസർച്ച് നടത്തിയിരുന്നു. വർഷങ്ങളോളം നീണ്ട ഒരു സിനിമാറ്റിക് ലബോറട്ടറി പോലെയായിരുന്നു സ്പേസ് ഒഡീസിയുടെ പ്രീ പ്രൊഡക്ഷൻ എറ. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിസ്കവറി 1 എന്ന സ്പേസ് ക്രാഫ്റ്റ്. 3 മൈൽ വേഗത്തിൽ സർക്കുലാർ മോഷനിൽ കറങ്ങുന്ന ഈ ജയൻറ്റ് റൊട്ടേറ്റിംഗ് സെറ്റ് നിർമ്മിക്കാൻ ഏകദേശം $75,000 58 വർഷങ്ങൾക്ക് മുൻപ് അവർ ചെലവാക്കിയിരുന്നു. എന്നിട്ടും ഇനി ഇതിന് സമാനമായൊരു സിനിമ ഈ ലോകത്ത് സംഭവിച്ചുകൂടാ എന്ന സ്വാർത്ഥ തീരുമാനത്തിൽ ചിത്രീകരണ ശേഷം കുബ്രിക്ക് ഈ സെറ്റെല്ലാം ഒരു തരി പോലും അവശേഷിപ്പിക്കാതെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഇത്രയൊക്കെ ആണെങ്കിലും സെറ്റിംഗ്സിലും വിഷ്വൽ എഫക്ട്സിലും അതിശയകരമായി മാറിയ സിനിമയിൽ അതിലേറെ വിപ്ലവമായത് കഥ പറഞ്ഞ രീതിയായിരുന്നു. നോളനെ അത്ഭുതപ്പെടുത്തിയതും അതുതന്നെയായിരുന്നു. ഇൻറ്റർസ്റ്റെല്ലാർ പോലൊരു സിനിമയ്ക്ക് പ്രേരണയായതും ഈ കഥ തന്നെയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് മനുഷ്യൻ്റെ ആദിമകാലമാണ്. മനുഷ്യൻ കുരങ്ങുകളായിരുന്നു എന്ന് പറയുന്ന കാലം. മൂൺ വാച്ചർ എന്ന ഈ കഥാപാത്രവും അവൻ്റെ കൂട്ടരും അവർ ഈ ഭൂമി എന്ന ഗ്രഹത്തിൽ സസ്യബുക്കുകളായി തമ്മിൽ വഴക്കടിച്ചും കൂട്ടം കൂടിയും കഴിഞ്ഞിരുന്ന കാലം. ഒരിക്കൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മോണോലിത്ത് അഥവാ ചതുരാകൃതിയിലുള്ള ഒരു കറുത്ത കല്ല് അവർ കാണുന്നു. അതിൽ സ്പർശിച്ച ശേഷമാണ് ആദ്യമായി അസ്ഥികൂടങ്ങളിലെ എല്ലുകൾ ആയുധമാക്കാമെന്ന് അവർ തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് അവർ വേട്ടയാടി മാംസം ഭക്ഷിക്കാൻ ആരംഭിക്കുന്നത്. മനുഷ്യ പരിണാമത്തിന് കാരണമായത് ഈ മോണോലിത്താണെന്നും സിനിമ പറയുന്നു. ഈ സിനിമയിൽ 4 ഇടങ്ങളിലായി ഈ മോണോലിത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ മനുഷ്യനിൽ പ്രകടമായ പരിണാമവും സംഭവിക്കുന്നുണ്ട്. ആയുധം ഉപയോഗിക്കാൻ പഠിച്ച മനുഷ്യനിൽ നിന്ന് 2001 ബഹിരാകാശ യാത്ര നടത്തുന്ന മനുഷ്യനിലേക്കുള്ള ജം കട്ടിന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും തന്നെ കുബ്രിക്ക് നൽകുന്നില്ല. മനുഷ്യ പരിണാമത്തിന്റെ കോടിക്കണക്കിന് വർഷങ്ങൾ ഒരു ഫ്രെയിം കട്ടിൽ ഒതുക്കിയിരിക്കുകയാണ് അദ്ദേഹം. ഇതാണ് ക്രിസ്റ്റഫർ നോളൻ പറയുന്ന പങ്ക് റോക്ക് മൊമെന്റ്. വലിയ വിശദീകരണങ്ങളൊന്നുമില്ല, ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുമില്ല. പ്രേക്ഷകന് ഊഹിക്കാം അവൻ്റെ ഭാവന പോലെ. 1960കളിലിരുന്ന് ക്ലാർക്കും കുബ്രിക്കും ചേർന്നെഴുതിയ 2001 കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും ടാബും ഓൺലൈൻ വാർത്താ സംപ്രേഷണ രീതികളും എല്ലാം ഉണ്ട്. ഇന്നും അതിശയകരമായി നിലനിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും കൂട്ടിച്ചേർത്തിരിക്കുന്നു. HAL 9000 എന്ന AI സംവിധാനമുണ്ട് സിനിമയിൽ. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ പോലും പിന്നീട് മനുഷ്യനെ നിയന്ത്രിക്കുന്ന വില്ലനായി അത് മാറുന്നു. ടെക്നോളജി മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന കാലം വരുമെന്ന ഭയം ടെക്നോളജി വ്യാപകമാവുന്നതിന് മുമ്പ് തന്നെ മനുഷ്യനിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന തെളിവാണിത്. സിനിമയിലെ 2ാം മോണോലിത്തിനെ മനുഷ്യന് കിട്ടുന്നത് ചന്ദ്രനിൽ വെച്ചിട്ടാണ്. അതിനുശേഷം മനുഷ്യൻ അതിൻ്റെ ഉത്ഭവം തേടി ചൊവ്വയിലേക്ക് യാത്ര തിരിക്കും. അതും ഒരു പരിണാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഡിസ്കവറി 1 എന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് യാത്ര. മനുഷ്യ സ്പേമിനോട് രൂപസാദൃശ്യമുള്ള പേടകമാണിത്. പരിണാമത്തെ ബന്ധപ്പെടുത്തുന്ന
വെളിപ്പെടുത്തുന്ന ബ്രില്യൻസ് ആയിട്ടാണ് ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നത്. ചൊവ്വയിലേക്കുള്ള മനുഷ്യ സഞ്ചാരത്തിന് തടസ്സം നിൽക്കാൻ തീരുമാനിക്കുന്ന HAL 9000 പേടകത്തിലുള്ള ഡേവിഡ് ബൗമാനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഇല്ലാതാക്കും. ഒരു പോയിന്റിൽ ബൗമൻ ഹാലിൻ്റെ മെമ്മറി ചിപ്പുകളെല്ലാം ഓരോന്നായി നശിപ്പിച്ച് ചൊവ്വ ദൗത്യത്തിനായി ഒറ്റയ്ക്ക് പുറപ്പെടും. ഏകദേശം ചൊവ്വ ഗ്രഹത്തോട് അടുത്തെത്താറാകുമ്പോഴേക്കും അന്തരീക്ഷത്തിലായി മൂന്നാമത് മോണോലിത്ത് കൂടി പ്രത്യക്ഷപ്പെടും. അതിനരികിലേക്ക് പുറപ്പെടുന്ന ഡേവിഡ് ബൗമാൻ ഒരു സ്റ്റാർ ഗേറ്റ് സീക്വൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിഷ്വൽ അച്ചീവ്മെന്റ് ഒരുപക്ഷെ ഈ സ്റ്റാർ ഗേറ്റ് സീക്വൻസ് തന്നെയായിരിക്കും. അതിനുള്ളിലേക്ക് കടക്കുന്ന ബൗമൻ അയാളുടെ തന്നെ പല കാലഘട്ടത്തിലുള്ള പല പ്രായത്തിലുള്ള രൂപങ്ങൾ അവിടെ ഒരു വെളുത്ത മുറിയിൽ കാണുകയാണ്. പ്രായമായി കിടക്കയിൽ കിടക്കുന്ന ബൗമന്റെ മുന്നിലാണ് നാലാമത് മോണോലിത്തുള്ളത്. അത് തൊടുന്നതോടെ ബൗമൻ ഒരു കുഞ്ഞായി മാറുന്നു. അവിടെ ഒരു സ്റ്റാർ ചൈൽഡ് ജനിക്കുന്നു. ഓരോ പരിണാമഘട്ടത്തിലും വികാസം പ്രാപിക്കുന്ന മനുഷ്യൻ ഇത്തവണ സാങ്കേതിക വിദ്യയെ അടക്കി വാഴാൻ പറ്റുന്ന സൂപ്പർ പവർ നേടുമായിരിക്കും. അതാവാം മനുഷ്യൻ്റെ അടുത്ത പരിണാമം. വാഷിംഗ്ടൺ DC-യിലെ അപ്ടൗൺ തിയേറ്ററിൽ വെച്ച് 1968 ഏപ്രിൽ 2-നായിരുന്നു ചിത്രത്തിൻ്റെ വേൾഡ് പ്രീമിയർ നടന്നത്. ചില തിയേറ്ററുകളിൽ സിനിരമ ഫോമാറ്റിലാണ് പ്രദർശിപ്പിച്ചത്. 3 സൈഡ് ബൈ സൈഡ് ഫ്രെയിം ഉപയോഗിച്ചിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ സിസ്റ്റം ആയിരുന്നു ഇത്. ഇന്നത്തെ IMAX എക്സ്പീരിയൻസിന് മുമ്പുള്ള മറ്റൊരു വലിയ സിനിമാറ്റിക് സ്പെക്ടക്കിളാണിത്. പക്ഷേ ആദ്യ ഷോ കണ്ട് പലരും ആശയക്കുഴപ്പത്തിലായി. ചിലർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെങ്കിലും ഈ സിനിമ മുഴുവനായി മനസ്സിലാക്കിയാൽ ഞങ്ങളുടെ ഉദ്ദേശം പരാജയപ്പെട്ടു എന്നായിരുന്നു എഴുത്തുകാരനായ ആർത്തർ സി ക്ലർക്ക് പോലും പറഞ്ഞത്. പക്ഷേ തുടർ കാഴ്ചയിൽ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഈ മോണോലിത്ത് എന്താണ്? അതാരാണ് നിർമ്മിച്ചത്? ഇനിയിപ്പോൾ ദൈവവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നതാണോ ഇത്? ഏതോ ഏലിയൻസ് മനുഷ്യനെ നിയന്ത്രിക്കുന്നതാണോ? അവസാന സ്റ്റാർ ചൈൽഡ് ആരാണ്? വിശ്വാസികൾ ദൈവ അവതാരമാണോ എന്നൊക്കെ ചോദിച്ചു. കുബ്രിക്ക് ഒന്നിനും ഉത്തരം കൊടുത്തില്ല. അങ്ങനെ മനുഷ്യനെ കുഴപ്പിക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച പടം തീർന്നു. ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ ഉൾപ്പെടെ ഇന്നത്തെ അനേകം സയൻസ് ഫിക്ഷൻ സിനിമകളും ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയിൽ പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്.